ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. കേന്ദ്ര സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭ ഉപസമിതി നാളെ യോഗം ചേരുന്നുണ്ട്. പ്രധാനമന്ത്രിയാണ് അടിയന്തരമായ യോഗം വിളിച്ചിരിക്കുന്നത്. ശ്രീനാഥ്, പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇത് രണ്ടാം തവണയാണ് യോഗം ചേരുന്നത്. നാളെ 11 മണിക്ക് ആ യോഗം ചേരുന്നുണ്ട്. അതുപോലെ മറ്റു ചില പ്രധാനപ്പെട്ട യോഗങ്ങളും പ്രധാനമന്ത്രി വിളിച്ച മറ്റു ചില യോഗങ്ങൾ കൂടി നാളെ നടക്കാൻ പോകുന്നു. സാമ്പത്തിക കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗവും നാളെ ചേരുന്നു എന്ന വിവരവും വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഡൽഹിയിലെ നീക്കങ്ങൾ, അതിന്റെ വിവരങ്ങൾ? വിജയകുമാർ, നമുക്കറിയാം പഹൽഗാം ആക്രമണത്തിന് ശേഷം രണ്ടാമത്തെ യോഗമാണ് ഈ തരത്തിൽ ചേരുന്നത്. ഒന്നാമത്തെ യോഗത്തിൻ്റെ തീരുമാനങ്ങളാണ് നമുക്ക് അറിയാം. പാകിസ്ഥാനെതിരെ അവരുടെ നയതന്ത്ര തലത്തിൽ അവരെ വരിഞ്ഞു മുറുക്കാൻ കഴിയുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിനോട് പാകിസ്ഥാൻ പ്രതികരിച്ച രീതി ഒരു വശത്ത് നിൽക്കുന്നു. അതുകൊണ്ട് രണ്ടാമത് വീണ്ടും ഒരിക്കൽ കൂടി സുരക്ഷാ കാര്യ ചുമതലപ്പെട്ട മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ അവരുടെ പ്രതികരണത്തിനുള്ള മറുപടി കൂടി ഒരുപക്ഷെ നമുക്ക് ലഭിച്ചേക്കും. നാളെ രാവിലെ 11 മണിയോടെയാണ് ഇന്ത്യയുടെ അടുത്ത നീക്കങ്ങൾ എന്ത് എന്ന് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുക. ആദ്യ യോഗത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ നീക്കങ്ങൾ അറിഞ്ഞു. ഇനി സൈനിക നടപടി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് രാജ്യം കടക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയണം. സിന്ധു നദിയിലെ ജലം അതിനെ തടസ്സപ്പെടുത്തുന്ന സമയത്ത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ രീതിയിലുള്ള തിരിച്ചടികൾ നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്, അതിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കണമെന്ന കാര്യത്തിലൊക്കെ ആയിരിക്കും ഒരുപക്ഷെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു യുദ്ധപ്രഖ്യാപനം പോലെയുള്ള ഒന്നുണ്ടാവാനുള്ള സാധ്യത കുറവാണ്. പ്രധാനപ്പെട്ട മന്ത്രിമാർ ഈ യോഗത്തിൽ ഏതായാലും പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാം സുരക്ഷാ കാര്യങ്ങളുടെ മന്ത്രിസഭാ യോഗം എന്ന് പറയുമ്പോൾ അതിൽ ആഭ്യന്തരമന്ത്രി ഉണ്ടാകും, പ്രതിരോധ മന്ത്രി ഉണ്ടാകും, ധനകാര്യമന്ത്രി ഉണ്ടാകും, ഒപ്പം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഈ യോഗത്തിലുണ്ട്. ഒരുപക്ഷെ സുരക്ഷാ അഡ്വൈസർ ആയിട്ടുള്ള അജിത് ഡോവൽ കൂടി ഈ യോഗത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. 11 മണിക്ക് ഈ യോഗം കഴിഞ്ഞാൽ പിന്നീട് 2 പ്രധാനപ്പെട്ട യോഗങ്ങൾ കൂടി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ ചേരുന്നുണ്ട്. അത് മറ്റ് 2 മന്ത്രിസഭാ യോഗങ്ങളാണ്. അതിലൊന്ന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ധനകാര്യവുമായി ബന്ധപ്പെട്ടതാണ്. സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട യോഗം ചേരുന്നു. അതുമായി ബന്ധപ്പെട്ട മന്ത്രിമാരാണ് ആ യോഗത്തിൽ പങ്കെടുക്കുന്നു. ഒപ്പം തന്നെ പൊളിറ്റിക്കൽ അഫയേഴ്സ്, രാഷ്ട്രീയകാര്യ സമിതിയുടെ ഈ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയകാര്യ മന്ത്രിമാരുടെ യോഗം കൂടി ഈ ചേരുന്നുണ്ട്. അങ്ങനെ വിവിധ തലങ്ങളിൽ മുന്നോട്ടുള്ള ഇന്ത്യയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുന്നോട്ടുള്ള യാത്രയുടെ ഗതി തീരുമാനിക്കുന്ന നിർണായകമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കുന്ന യോഗങ്ങളാണ് നാളെ നടക്കാൻ പോകുന്നത്. വിജയകുമാർ. യെസ്, ബൽറാം നെടുങ്ങാടിയും ശ്രീനാഥ് ചന്ദ്രനുമാണ് ഡൽഹിയിലെയും ശ്രീനഗറിലെയും വിവരങ്ങൾ പങ്കുവച്ചത്.